everybody who is on a path to learning a language would have heard about LSRW. In case you haven't heard about it, I'm going to tell you. It is listening, speaking, reading and writing. ആൻഡ് ഈ 4 കാര്യങ്ങളാണ് ഏതൊരാൾക്കും ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. സോ ഇന്ന് ഐ എം ഗോയിങ് ടു ടെൽ യു എങ്ങനെയാണ് നമുക്ക് എന്ത് ആക്ടിവിറ്റീസ് ആണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. First one is listening. So to learn English, you need to listen to your own English and understand what mistakes and what improvement would you need. But a classic example for doing that is every day after you finish all your work, come back and record your account of the day. ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്യാം. And listen to it and try to understand നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ, യൂസേജ് ഓഫ് വേർഡ്സ് കറക്റ്റ് ആണോ, സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണോ. ഇനി നിങ്ങൾക്ക് അത് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ if you have a mentor, send it to the mentor and tell him or her to help you understand what the improvements are that you need to implement. Now the second thing is speaking. നമ്മൾ എന്തുകൊണ്ടറിയോ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാത്ത, ഓർ യു ഹിയർ യുവർ സെൽഫ് ടെല്ലിങ് മെനി ടൈംസ് ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് ശരിയാവണില്ല. അതെന്താ വെച്ചാൽ വി ഓൾവേസ് ഷൈ അവേ ഫ്രം ഓപ്പർച്യൂണിറ്റീസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ബാക്കിയുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്നില്ല. വി കനോട്ട് ഇമ്പ്രൂവ്. വി മൈറ്റ് ലിസൺ ആൻഡ് കുറച്ച് പിക്കപ്പ് ചെയ്യും, പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ് ആവുള്ളൂ. So always take up any opportunities to speak. I'm sure all of us have friends who speak in English. Otherwise there are many apps like Cambly and many other apps which help you speak in English. So take up every opportunity so that you can converse in English language. Now the third point is reading. That is one habit that I would vouch for. Reading is one of the most important habits that you need to develop so that you can learn the language. നമ്മൾ പല സമയത്തും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വേർഡ് അറിയില്ലെങ്കിൽ, ഇംഗ്ലീഷ് വേർഡ് അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് മലയാളം ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കും. Instead of that, search for it in the English dictionary and try to understand it in English. നമ്മൾ ഈ മലയാളം കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷ് ആക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് എഫക്റ്റീവ്, ബിക്കോസ് അപ്പോഴും നമ്മളുടെ പ്രൈമറി ലാംഗ്വേജ് എപ്പോഴും മലയാളമാവും. Now when you read, try to read lots of books in English, and one thing that I do is I learn a word every week. ഇന്നും ഞാൻ എല്ലാ ആഴ്ചയും ഒരു പുതിയ ഇംഗ്ലീഷ് വേർഡ് പഠിക്കും. ചില ആൾക്കാർ എല്ലാ ദിവസം എന്ന് പറയും. ഐ വിൽ നോട്ട് സേ ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഇംപ്രാക്ടിക്കൽ. നമുക്ക് എല്ലാ ദിവസവും ഒരു വേർഡ് പഠിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വേർഡ് പഠിക്കുന്നത്. ഇറ്റ്സ് ഫോർ ഇറ്റ് ടു ബി എ പാർട്ട് ഓഫ് യുവർ കോൺവെർസേഷൻ. സോ എവറി വീക്ക് ലേൺ എ വേർഡ്, അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് ട്രൈ ടു യൂസ് ഇറ്റ്. ആ ആഴ്ച മുഴുവൻ നിങ്ങൾ ആ വേർഡ് യൂസ് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ കോൺവെർസേഷൻസ്. നമ്മൾ വേർഡ്സ് ചൂസ് ചെയ്യുമ്പോഴും ട്രൈ ടു ചൂസ് വേർബ്സ് ആൻഡ് ആഡ്ജക്റ്റീവ്സ്, ബിക്കോസ് അതാണ് നമുക്ക് കോൺവെർസേഷനിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. Now the fourth point is writing. How will you write? Maybe some of us are not great writers. നമുക്ക് സ്റ്റോറീസും പോയംസും ഒന്നും എഴുതാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. സോ don't worry, even if you are not a writer, I'll tell you how to write. Take an object. For example, ഈ ഒരു പേപ്പർ, നിങ്ങൾ ഈ പേപ്പർ കയ്യിലെടുക്കുക. Write something about this paper. Not just how the paper looks. You can write the paper is white, it's got lines. Or you can also write, ഇപ്പം ഞാൻ ഈ പേപ്പർ പിടിക്കുകയാണ്, you can say this paper is white in color. It reminds me of a white sky. And when the sky is white, it is so beautiful. You can write about anything. ഒരു പാരഗ്രാഫ് മതി, കുറേ എഴുതണമെന്ന് ആവശ്യമില്ല. ബിക്കോസ് റൈറ്റിംഗ് ചില ആൾക്കാർക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ ഈസി ആയിരിക്കും, പക്ഷേ റൈറ്റിംഗ് വരുമ്പോൾ തന്നെ ഇറ്റ്സ് എ പ്രോബ്ലം. സോ start practicing all these 4 things: listening, speaking, reading and writing. And then you tell people that I have been working on my language. നമ്മളൊരാൾ സംസാരിക്കുന്നത് കേട്ടിട്ടും നമ്മൾ വേറൊരാൾ വായിക്കുന്നത് കണ്ടിട്ടും നമ്മളുടെ ലാംഗ്വേജ് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. So remember LSRW: listening, speaking, reading and writing. And now I've told you what to do.